കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് തന്നെ ഒന്ന് വൈൻ ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ട്രയൽ. ആദ്യമേ തന്നെ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. 2-3 ടൈംസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അതിൽ നിന്ന് ആ സ്റ്റെമ്മൊക്കെ കളഞ്ഞ് ഓരോ മുന്തിരിയായിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനൊപ്പം തന്നെ ഇങ്ങനെ ചീത്തയായിട്ടുള്ള മുന്തിരികളൊക്കെ ഉണ്ടാവും. അതൊന്നും എടുക്കാതെ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് വിടിയിച്ച എല്ലാ മുന്തിരികളും ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് വെള്ളം പോകാനായിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. എന്നിട്ട് ഈ സംഭവം ഒരു മണിക്കൂറത്തേക്കൊന്ന് വെള്ളം പോണ പോലെ ഒന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഒരു വലിയ ടവലിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒരു 2 hours എങ്കിലും ഒരു ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് നന്നായിട്ട് വെള്ളം പോണ പോലെ വെക്കണം. അപ്പോൾ ബേസിക്കലി ഇതിലൊരു തുള്ളി വെള്ളം വരാൻ പാടില്ല. അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കുറച്ച് നുറുക്ക് ഗോതമ്പ് കഴുകി നല്ല പോലെ വെയിലത്ത് ഉണക്കി മുഴുവനായിട്ടുള്ള ഗോതമ്പാണ് കേട്ടോ വേണ്ടത്. പക്ഷെ ഞാൻ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ചാറ്റി വെക്കണേ. പിന്നെന്താ, നമുക്ക് വൈനിട്ട് വെക്കേണ്ട ഭരണിയൊക്കെ ഒന്ന് റെഡിയാക്കി അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1.5 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 800 grams ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് 2 പ്രാവശ്യമായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ മുന്തിരി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് സിനമൺ സ്റ്റിക്ക്, ഈ ഒരു വലിപ്പത്തിലുള്ളത് ഞാനിങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ക്ലോവ്സ്, നമ്മുടെ ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തു. ഒരു 6 to 7 ഗ്രാമ്പു മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാനിവിടെ അതായത് തിളപ്പിച്ചിട്ട് ആറ്റി വെച്ച വെള്ളമാണ്. അതൊരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഉണക്കി വെച്ച നുറുക്ക് ഗോതമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെക്കാനായിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു ക്ലിങ് റാപ്പ് വെച്ച് അടച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ ഓട്ട തുളച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എയർ ടൈറ്റായിട്ട് വെക്കാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മുടെ ക്യാപ്പ് വെച്ചിട്ട് പിന്നെ തുണിയിട്ട് മൂടി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് എല്ലാ ദിവസവും രാത്രി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വുഡൻ സ്പൂണ് എല്ലാ ദിവസവും ഒന്ന് കഴുകി ഉണക്കി നന്നായിട്ട് ക്ലീൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിതിൽ ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ഇളക്കണം. 21st day നമുക്കിത് അരിച്ച് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ട്രയലാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം. ടാറ്റാ.